ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. റെയിൽവേ ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. ചർച്ചാവേദികൾ വിളിച്ചു ചേർക്കാതെ അധികൃതർ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. 30,000-ഓളം റെയിൽവേ തസ്തികകൾ വെട്ടിച്ചുരുക്കുവാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെയുള്ള അന്യായമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് പ്രസിഡന്റ് രാജേഷ് ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ RG പിള്ള പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് 14,80,000 ആണെങ്കിൽ അത് അടിയന്തരമായി 40,000 ആക്കണം. അങ്ങനെ ഓരോ വർഷവും കുറച്ച് തൊഴിലാളികളെ എണ്ണം വലിയ തോതിൽ വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്ഥിരം തൊഴിലാളികൾ എന്നുള്ളത് ഇന്ന് ആവശ്യമില്ല. AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, DRPU ഡിവിഷണൽ സെക്രട്ടറി R മണി, P രഘുനാഥൻ, AILRSA സെക്രട്ടറി എൽദോ ഡേവിഡ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. P മോഹൻദാസ് സ്വാഗതവും ജോഷി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു.